നമസ്കാരം. കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഫലിത രാജാക്കന്മാരായിരുന്ന എണ്ണം പറഞ്ഞ മുൻഗാമികളുടെ ഒസ്യത്ത് സ്വന്തമാക്കിയ പിൻഗാമിയായിരുന്നു ലോനപ്പൻ നമ്പാടൻ മാഷ്. 6 തവണ നിയമസഭയിലെത്തിയ മാഷ് 2 തവണ മന്ത്രിയുമായിരുന്നു. ആദ്യം കേരള കോൺഗ്രസുകാരനായിട്ടാണ് ജയിച്ചതും എ കെ ആന്റണിയും കെ എം മാണിയും പിന്തുണച്ച ഇ കെ നായനാർ മന്ത്രിസഭയിൽ മന്ത്രിയായതും. പിന്നീട് ഒറ്റ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് മുഖ്യമന്ത്രി പദത്തിലിരുന്ന കെ കരുണാകരന്റെ കാസ്റ്റിംഗ് മന്ത്രിസഭയെ താഴെ ഇറക്കിയ നമ്പാടൻ മാഷ് സോഷ്യലിസ്റ്റ് കേരള കോൺഗ്രസ് എന്ന പേരിൽ സ്വന്തം പാർട്ടിയും ഉണ്ടാക്കി. അതുവഴി ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് പലതവണ MLA-യും വീണ്ടും നായനാർ മന്ത്രിസഭയിൽ മന്ത്രിയുമായി. ഭരണപക്ഷത്തായിരുന്നപ്പോഴും പ്രതിപക്ഷത്തിരുന്നപ്പോഴും ചാട്ടുളി പോലുള്ള തന്റെ ഫലിത ശരങ്ങൾ കൊണ്ട് അദ്ദേഹം നിയമസഭയെ ചിരിയിലാഴ്ത്തി. മാഷിന്റെ പ്രസംഗം കേൾക്കാൻ കക്ഷി ഭേദമന്യേ എല്ലാവരും സഭയിൽ കാത്തിരുന്നു. സഭയ്ക്ക് പുറത്ത് തിരഞ്ഞെടുപ്പ് വേളകളിലും രാഷ്ട്രീയ യോഗങ്ങളിലും മാഷ് നടത്തിയ ഫലിത പ്രയോഗങ്ങൾ ആസ്വദിക്കാൻ പെരുമഴയത്തും പൊരിവെയിലത്തും രാഷ്ട്രീയം മറന്ന് ആളുകൾ തടിച്ചുകൂടി. നന്മ നിറഞ്ഞ ഫലിതങ്ങളും സ്നേഹത്തിന്റെ ചിരിക്കൂട്ടുകളും ബാക്കിയാക്കി 2013 ജൂൺ 5 മാഷ് രാഷ്ട്രീയ കേരളത്തോട് വിട പറഞ്ഞു. കേരള കോൺഗ്രസുകാരനും കോൺഗ്രസ് മുന്നണിയുടെ ഭാഗവുമായിരുന്ന ലോനപ്പൻ നമ്പാടൻ ഇടതു പാളയത്തിലേക്ക് മാറിയതിൽ പിന്നെ കോൺഗ്രസുകാരെ കളിയാക്കാനുള്ള ഒരവസരവും പാഴാക്കിയില്ല. പാർട്ടി കോൺഗ്രസും കോൺഗ്രസ് പാർട്ടിയും ഒന്നാണ് എന്നും മഹാത്മാഗാന്ധിയുടെ മകളാണ് ഇന്ദിരാഗാന്ധി എന്നും കാറൽ മാർക്സിന്റെ അനുജനാണ് പെട്രോൾ മാർക്സ് എന്നും വിശ്വസിക്കുന്ന കോൺഗ്രസുകാർ നമ്മുടെ നാട്ടിലുണ്ട് എന്നായിരുന്നു കോൺഗ്രസുകാരെ കുറിച്ചുള്ള മാഷിന്റെ വിലയിരുത്തൽ. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് മാഷ് നൽകിയ നിർവചനം ഇതായിരുന്നു: കോഴി ബിരിയാണി ഇല്ലെങ്കിൽ ലീഗില്ല, അതൊരു കോഴി പാർട്ടിയാണ്. 1982 കെ കരുണാകരൻ മന്ത്രിസഭയിൽ NSSന്റെ രാഷ്ട്രീയ പാർട്ടിയായിരുന്ന നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന NDPയും അംഗമായിരുന്നു. അവരുടെ മന്ത്രി R രാമചന്ദ്രൻ നായരായിരുന്നു. അദ്ദേഹത്തിന് ആരോഗ്യ വകുപ്പിന്റെ ചുമതലയായിരുന്നു. അന്ന് നമ്പാടൻ മാഷ് ഒരു കണ്ടെത്തൽ നടത്തി. NDP എന്നാൽ നായരെ ദ്രോഹിക്കുന്ന പാർട്ടി എന്നാണ് അർത്ഥം. അവരുടെ ലക്ഷ്യം സാമ്പത്തിക സംവരണമല്ല, സാമ്പത്തിക സംഭരണമാണ്. അവരുടെ വകുപ്പ് മെഡിക്കൽ അല്ല, മേഡിക്കലാണ്. CPIM വിട്ട് സ്വന്തം പാർട്ടി ഉണ്ടാക്കി പിന്നീട് UDFിലെത്തിയ MV രാഘവനും KR ഗൗരിയമ്മയും ലോനപ്പൻ നമ്പാടൻ മാഷിന്റെ നോട്ടത്തിൽ കരുണാകരന്റെ ഒടിഞ്ഞ 2 ചെണ്ടക്കോലുകളായിരുന്നു. ജനാധിപത്യ സംരക്ഷണ സമിതി എന്ന ഗൗരിയമ്മയുടെ പാർട്ടി JSS എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. MV രാഘവന്റെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി CMP എന്നും അറിയപ്പെട്ടു. JSS എന്നാൽ നമ്പാടൻ മാഷിന് ജാതി സംരക്ഷണ സമിതിയായിരുന്നു. CMP ആകട്ടെ അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ പോലെയും. അങ്കമാലി ഫോർ കാലടി, അതുപോലെ CMP ഫോർ കോൺഗ്രസ്. ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് എന്നതിനെ ഭൂഗർഭ ജലവകുപ്പ് എന്ന് മലയാളീകരിച്ചപ്പോൾ നമ്പാടൻ മാഷിന് ഒരു സംശയം. ഗ്രൗണ്ട് എന്നാൽ ഭൂമി, വാട്ടർ എന്നാൽ ജലം. ഗ്രൗണ്ട് വാട്ടർ എന്നാലോ ഭൂഗർഭ ജലം. അപ്പോൾ ഈ ഗർഭം എവിടെ നിന്ന് വന്നു? ഭൂജലം എന്ന് പോലെ. അതായിരുന്നു മാഷുടെ സംശയം. ഇ കെ നായനാർ മന്ത്രിസഭയിൽ ഗതാഗത മന്ത്രിയായിരുന്നു നമ്പാടൻ മാഷ്. മന്ത്രിസഭാ യോഗം ചേരുമ്പോൾ മന്ത്രിമാരായിരുന്ന ലോനപ്പൻ നമ്പാടനും KR ഗൗരിയമ്മയും അടുത്തടുത്താണ് ഇരുന്നിരുന്നത്. ഗൗരിയമ്മയ്ക്ക് കൊളസ്ട്രോളിന്റെ ശല്യമുള്ളതിനാൽ യോഗത്തിനിടയിൽ ലഭിക്കുന്ന കശുവണ്ടി പരിപ്പ് നമ്പാടൻ മാഷിന് കൊടുക്കും. ആയിടെ ഗൗരിയമ്മയുടെ മണ്ഡലമായ അരൂരിലെ അന്ധകാരനഴി ബീച്ചിലേക്ക് ബസ് സർവീസ് വേണമെന്ന് ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്ന നമ്പാടൻ മാഷിനോട് ഗൗരിയമ്മ ആവശ്യപ്പെട്ടു. കൊടുക്കാമെന്ന് ഏറ്റെങ്കിലും സമയത്ത് ബസ് സർവീസ് തുടങ്ങാനായില്ല. അതോടെ കശുവണ്ടി പരിപ്പ് കൊടുക്കുന്നത് ഗൗരിയമ്മ നിർത്തി. ബസ് സർവീസ് തരാത്തതിനാൽ ഇനി മുതൽ നമ്പാടന് കശുവണ്ടി ഇല്ല എന്നായിരുന്നു അതിന്റെ ധ്വനി. ഏതായാലും അടുത്ത മന്ത്രിസഭാ യോഗത്തിന് മുമ്പ് അന്ധകാരനഴിയിലേക്ക് ബസ് സർവീസ് ആരംഭിച്ചു. ഗൗരിയമ്മ കശുവണ്ടി വിതരണ സർവീസും പുനഃസ്ഥാപിച്ചു. ലോനപ്പൻ നമ്പാടൻ മാഷ് ഗതാഗത മന്ത്രിയായിരുന്നപ്പോൾ നിയമസഭയിൽ KSRTCയെ കുറിച്ചുള്ള ചോദ്യോത്തരവേള നടക്കുകയാണ്. കോർപ്പറേഷൻ നഷ്ടത്തിലാകാനുള്ള കാരണമായിരുന്നു
ചോദ്യങ്ങളിൽ അധികവും. അദ്ദേഹം എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ നിരത്തി. എന്നിട്ടും ചോദ്യങ്ങൾ തീരുന്നില്ല. ഒടുവിൽ നമ്പാടൻ മാഷ് പറഞ്ഞു, വരവിനേക്കാൾ ചെലവ് കൂടിയിരിക്കുന്നതാണ് നഷ്ടത്തിന് കാരണം. കൂട്ടച്ചിരിയിൽ ചോദ്യകർത്താക്കളും മുങ്ങി. 1991 കെ കരുണാകരൻ മന്ത്രിസഭയിൽ കൃഷി മന്ത്രിയായിരുന്നു പി ജോർജ്. നമ്പാടൻ മാഷ് അന്ന് പ്രതിപക്ഷത്താണ്. തൃശ്ശൂരുകാരനായിരുന്ന ജോർജ് മാഷായിരുന്നു നിയമസഭയിൽ ഒരു ദിവസം നമ്പാടൻ മാഷിന്റെ ഇര. അദ്ദേഹം പറഞ്ഞു, ജോർജ് മാഷിന്റെ കൃഷി എല്ലാവർക്കും അറിയാം. ഏലായും ഏലക്കായും തിരിച്ചറിയാത്ത മന്ത്രി നെല്ലുണ്ടാക്കുന്ന മരം ഏതാണെന്ന് ചോദിക്കുന്നത് കേട്ടു. കെ കരുണാകരന്റെ 19 അംഗ മന്ത്രിസഭയുടെ കാലത്ത് നിയമസഭയിൽ കൃഷിയെക്കുറിച്ചുള്ള ധനാഭ്യർത്ഥന ചർച്ച നടക്കുകയാണ്. നമ്പാടൻ മാഷ് തുടങ്ങിയത് ഇങ്ങനെ: ലീഡറെ കുറിച്ച് കൃഷിമന്ത്രി പി ജോർജ് മാഷ് തൃശൂരിൽ പ്രസംഗിച്ചത് എന്താണ്? എന്നേക്കാൾ വലിയവൻ എന്റെ പിന്നാലെ വരുന്നുണ്ട്, അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല, അതുകൊണ്ട് ഞാനും ഇവിടെ ബൈബിൾ വാക്യങ്ങൾ ഉദ്ധരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് നമ്പാടൻ മാഷ് തുടർന്നു. ഭൂമിയും ആകാശവും സൃഷ്ടിച്ചതിന്റെ 6-ാം ദിവസമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അതിനുശേഷം അഗ്രികൾച്ചറും പിന്നെ കൾച്ചറും ഉണ്ടായി. പിന്നീട് കൾച്ചർ 28-ഉം IR 8-ഉം ഉണ്ടായി. ഇപ്പോൾ കറപ്ഷൻ 19-ഉം IA 2-ഉമായി. നമ്പാടൻ നിർത്തിയില്ല. അരിഭക്ഷണം ഉപേക്ഷിക്കൂ, പാല് കുടിക്കൂ എന്ന് കരുണാകരൻ കരിനാക്കുകൊണ്ട് ചുട്ടതേയുള്ളൂ. 5-ഉം 10-ഉം ലിറ്റർ പാല് കിട്ടുന്ന പശുക്കൾ ചത്തു വീഴാൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഇറച്ചിയും മീനും പാലും ഇല്ലാതായി. അരിയും പച്ചക്കറിയും കിട്ടാനില്ല. പാവങ്ങൾ പട്ടിണിയിലാണ്. ഇവിടെ മന്ത്രിമാരാകട്ടെ തവള പിടുത്തക്കാരെ പോലെ കുണ്ടൻ ഇടവഴിയിലൂടെ ഗ്രൂപ്പ് സംഘടിപ്പിക്കാൻ നടക്കുകയാണ്. ഗ്രൂപ്പ് ഫാമിങ്ങുമില്ല, ഗ്രൂപ്പ് മാനേജ്മെന്റുമില്ല, വെറും ഡ്യൂപ്പ് മാത്രമേ ഉള്ളൂ. 1992 ഡിസംബർ 6-ന് അയോധ്യയിൽ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ അന്ന് കോൺഗ്രസ് പ്രധാനമന്ത്രിയായിരുന്ന PV നരസിംഹറാവു വേണ്ട പോലെ ഇടപെട്ടില്ല എന്ന ആക്ഷേപം വ്യാപകമായിരുന്നു. 14 ഭാഷകൾ അറിയാമായിരുന്ന ആളാണ് ഭാഷാ പണ്ഡിതനായ നരസിംഹറാവു. ഇക്കാലത്താണ് ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. CPM സ്വതന്ത്രനായ PT കുഞ്ഞുമുഹമ്മദും മുസ്ലിം ലീഗിലെ അബ്ദുൾ സമദ് സമദാനിയും തമ്മിലായിരുന്നു മത്സരം. കുഞ്ഞുമുഹമ്മദിനു വേണ്ടി പ്രസംഗിക്കാൻ ചെന്ന ലോനപ്പൻ നമ്പാടന്റെ ചോദ്യം: നമ്മുടെ പ്രധാനമന്ത്രി PV നരസിംഹറാവു അവർക്ക് 14 ഭാഷകൾ പച്ചവെള്ളം പോലെ വഴങ്ങും എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ബാബറി മസ്ജിദ് പൊളിക്കുമ്പോൾ എന്റെ പൊന്ന് റാവു സാറേ, ഇതിലേതെങ്കിലും ഒരു ഭാഷയിൽ അരുതേ എന്ന് പറയാമായിരുന്നില്ലേ?